ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ കഥയുടെ ആരംഭത്തിൽ പ്രപഞ്ചത്തിലെ ഒരു പ്രത്യേക ജീവിവർഗത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് സമയത്തിന്റെ ആരംഭത്തിന് മുമ്പ് ഒരു ക്യൂബ് ഉണ്ടായിരുന്നു. ആ ക്യൂബ് എവിടെ നിന്നാണോ വന്നത് എന്ന കാര്യം ആർക്കും അറിയത്തില്ല. എന്നാൽ അതിനൊരു പവർ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് ലോകങ്ങൾ സൃഷ്ടിച്ചിട്ട് അതിനകത്ത് ജീവൻ ഉണ്ടാക്കുക. അതായിരുന്നു ആ ക്യൂബിന്റെ പവർ. അങ്ങനെയാണ് ഈ ജീവിവർഗം ഉണ്ടായത്. അവരുണ്ടായതിനു ശേഷം വളരെ സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവർ നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ക്യൂബിന്റെ ശക്തി കിട്ടിയതുകൊണ്ട് തന്നെ ചില ആളുകൾ അത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ ബാക്കിയുള്ളവരാകട്ടെ അത് ചീത്ത കാര്യത്തിന് ഉപയോഗിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ രണ്ട് ചേരി തിരിഞ്ഞതുകൊണ്ട് തന്നെ സാധാരണ സംഭവിക്കുന്ന പോലെ ആ നല്ല ആളുകളും ചീത്ത ആളുകളും തമ്മിൽ ഒരു ഗംഭീര യുദ്ധമാണ് ഉണ്ടായത്. അതിനെ തുടർന്നിട്ട് അവരുടെ ആ പ്ലാനറ്റ് പൂർണ്ണമായിട്ട് നശിച്ചുപോയി. അതോടൊപ്പം തന്നെ ആ ക്യൂബ് അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. ആ ഗ്രഹത്തിൽ ബാക്കിയായവരൊക്കെ പിന്നീട് അങ്ങോട്ട് ആ ക്യൂബും സെർച്ച് ചെയ്ത് നടക്കുകയായിരുന്നു, അവരുടെ ആ ഗ്രഹത്തെ വീണ്ടും നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ അന്വേഷണത്തിൽ ആ ക്യൂബ് ഡീപ് സ്പേസിലെ ഏതോ ഒരു ഭാഗത്തേക്ക് തെറിച്ചു പോയതായിട്ടാണ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ ക്യൂബ് വീണ്ടെടുക്കാൻ വേണ്ടി എല്ലാ നക്ഷത്രങ്ങളിലും എല്ലാ ഗ്രഹങ്ങളിലും അവർ അലഞ്ഞു നടന്നു. അങ്ങനെ കുറെ കാലത്തെ സെർച്ചിനിടയിലാണ് അവർക്കൊരു മെസ്സേജ് കിട്ടുന്നത്. അതായത് ആ ക്യൂബ് പോയിരിക്കുന്നത് ഭൂമി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലേക്കാണ്. പക്ഷെ ആ കാര്യം അവർ അറിഞ്ഞപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. ഇനി കാണിക്കുന്നത് ഖത്തറാണ്. ഖത്തറിലുള്ള അമേരിക്കയുടെ മിലിറ്ററി എയർ സ്പേസ് ആണ് സ്ഥലം. പതിവ് പോലെ തന്നെ അവിടുത്തെ പട്ടാളക്കാരെല്ലാം അവരുടെ ജോലിയിലാണ്. ഈ സമയത്താണ് ഒരു ഹെലികോപ്റ്റർ ആ ഏരിയയിലേക്ക് വരുന്നത്. അത് അവരുടെ ആ എയർ സ്പേസിലേക്ക് കടന്നപ്പോൾ തന്നെ അവർക്ക് അതിന്റെ മെസ്സേജ് കിട്ടുന്നുണ്ട്. ആ ഹെലികോപ്റ്ററിനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അതൊരു അൺനോൺ ചോപ്പർ ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ അതിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ഇതൊരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ ഇല്ല എന്നൊക്കെയാണ് അവർ ആ ഹെലികോപ്റ്ററിലേക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. പക്ഷെ ആ ഹെലികോപ്റ്റർ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അത് അവരുടെ ആ എയർ സ്പേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ മിലിറ്ററിയിലുള്ള ആളുകളൊക്കെ അവരുടെ ജെറ്റ് വിമാനങ്ങൾ ആ ഹെലികോപ്റ്ററിന് നേരെ പറഞ്ഞയക്കാൻ തുടങ്ങി. അവർ ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ നമ്പർ ഒക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. 4500X എന്നാണ് അതിന്റെ നമ്പർ. അവരതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെ ഒരു ചോപ്പർ അവരുടെ മിലിറ്ററി ഫോഴ്സിൽ ഉള്ളതാണ്. പക്ഷെ 3 മാസങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ വെച്ചിട്ട് അത് തകർന്നുപോയി. അതുകൊണ്ട് തന്നെ ഇതൊരു ഉഡായിപ്പാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് തന്നെ അതിനെ നേരിടാൻ വേണ്ടി അവർ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ ഹെലികോപ്റ്റർ അവരുടെ ആ സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു മനുഷ്യനും ഇരിക്കുന്നുണ്ട്. പക്ഷെ അയാളെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെയാണ് കാണുന്നത്. അങ്ങനെ ആ ഹെലികോപ്റ്റർ അവിടേക്ക് വന്ന് ലാൻഡ് ചെയ്തപ്പോൾ ബാക്കി എല്ലാ പട്ടാളക്കാരും അതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി അതിനെ വളഞ്ഞിരിക്കുകയാണ്. ഈ സമയത്താണ് ആ ഹെലികോപ്റ്ററിൽ ഓരോരോ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അതിപ്പോൾ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു റോബോട്ടായിട്ട് മാറുന്നു. അതിനുശേഷം അവിടെ നിൽക്കുന്ന മുഴുവൻ പട്ടാളക്കാരെയും ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം ആ ഷൂട്ട് ഔട്ട് നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട് കുറെ പട്ടാളക്കാരും മരിച്ചു വീഴുന്നുണ്ട്. ബാക്കിയുള്ളവരാണെങ്കിൽ അവിടെ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഷൂട്ടിങ്ങിനിടയിൽ ആ റോബോട്ടിന്റെ പുറകിൽ നിന്നും ഒരു തേളിന്റെ ആകൃതിയിലുള്ള മറ്റൊരു റോബോട്ടും കൂടെ പുറത്തേക്ക് വരുന്നുണ്ട്. അത് നേരെ മണ്ണിന്റെ അടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് സമയം കൂടെ ആ ഷൂട്ട് ഔട്ട് അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിൽ ആ റോബോട്ടാണെങ്കിൽ ആ മിലിറ്ററി ബേസ് മൊത്തം തകർത്ത് കളയാണ്. ഇനി കാണിക്കുന്നത് ഈ സിനിമയിലെ നായകനെയാണ്. ഇവന്റെ പേര് സാം വിറ്റ്വിക്കി എന്നാണ്. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനാണ് ഇവൻ. ഇവനിപ്പോൾ അവന്റെ ക്ലാസ്സിൽ നിന്നിട്ട് അവന്റെ കയ്യിലുള്ള ചില സാധനങ്ങൾ സെല്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് മറ്റൊന്നിനുമല്ല, അവനൊരു കാറ് വാങ്ങണം. അതിന്റെ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ടാണ് ആ സാധനങ്ങളൊക്കെ അവൻ സെല്ല് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഒരു മുത്തച്ഛനുണ്ട്, ആർച്ചിബാൾഡ് വിറ്റ്വിക്കി എന്നാണ് അയാളുടെ പേര്. അയാൾ ഒരു എക്സ്പ്ലോറർ ആയിരുന്നു. പണ്ട് കാലത്ത് അയാളും അയാളുടെ ഒരു ക്രൂവും കൂടെ ചേർന്നിട്ട് ആർട്ടിക് സർക്കിളിലേക്ക് ഒരു യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അയാൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ അവന്റെ കയ്യിലുണ്ട്. ആ സാധനങ്ങളൊക്കെയാണ് അവൻ വിൽക്കാൻ ശ്രമിക്കുന്നത്. അതിൽ ഓരോരോ സാധനങ്ങൾ അവൻ അവരെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായിട്ട് അവൻ കാണിക്കുന്നത് അവന്റെ മുത്തച്ഛൻ ഉപയോഗിച്ചിരുന്ന ഒരു കണ്ണാടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതെന്റെ കയ്യിൽ നിന്ന് മേടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ eBay എന്ന് പറയുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്നും നിങ്ങൾക്ക് ഇത് മേടിക്കാം എന്നൊക്കെയാണ് അവനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് അത് പറയുന്നുണ്ടെങ്കിലും പിള്ളേരാണെങ്കിൽ അവനെ ശരിക്കും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട്, മിക്കേല എന്നാണ് അവളുടെ പേര്. അവന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. ആ കൂട്ടത്തിൽ അവള് മാത്രമാണ് അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. അവൻ അത്രയും സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ആർക്കും അതൊന്നും വാങ്ങാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ അവന്റെ അച്ഛന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അയാൾ അവനെ വെയിറ്റ് ചെയ്തുകൊണ്ട് സ്കൂളിന്റെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അയാളിപ്പോ അവനൊരു കാറ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വിൽക്കുന്ന ഷോറൂമിലേക്കാണ് പോകുന്നത്. അവരങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു മഞ്ഞ കളറുള്ള ഒരു കാർ അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു 76 മോഡൽ കെമേറോ കാറാണത്. അങ്ങനെ അവർ ആ ഷോറൂമിൽ എത്തിയിട്ട് അവിടെയുള്ള കാറുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ആ കെമേറോ കാറ് നൈസായിട്ട് അവിടേക്ക് വന്ന് നിൽക്കുന്നത്. അതിനകത്ത് ഡ്രൈവർ ഒന്നുമില്ല. മാത്രമല്ല ആ കാർ അങ്ങോട്ട് വന്ന് നിൽക്കുന്ന കാര്യം ആരും ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ അവിടെയുള്ള കാറുകളൊക്കെ നോക്കിയതിനു ശേഷം അവൻ എത്തിച്ചേരുന്നത്
എത്തിച്ചേരുന്നത് ആ കെമേറോ എന്ന കാറിന്റെ അടുത്താണ്. വളരെ പഴയതാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ അവൻ ആ കാറ് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവൻ അത് തന്നെ മതി എന്ന് വാശി പിടിച്ച് നിൽക്കുകയാണ്. പക്ഷെ അവന്റെ അച്ഛന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് $4000 എന്നാൽ ആ കടക്കാരൻ അതിന് സമ്മതിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആ കെമേറോ എന്ന് പറയുന്ന കാറ് അയാൾ ആദ്യമായിട്ട് കാണുകയാണ്. എങ്കിലും അത് തന്റേതാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അയാൾ അത് സെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. $5000 അയാൾ അതിന് പറയുന്നത്. പക്ഷെ $5000 കൊടുക്കാൻ അവന്റെ അച്ഛന്റെ കയ്യിലില്ല. അങ്ങനെ ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് അവർ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴാണ് ആ കെമേറോ എന്ന കാറിലെ റേഡിയോ ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുന്നത്. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അതിന്. അതുകൊണ്ട് തന്നെ അവിടെ നിൽക്കുന്ന മുഴുവൻ കാറുകളുടെയും ചില്ലുകളൊക്കെ പൊട്ടിത്തെറിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ആ കടക്കാരന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. ആ കാറിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവര് പറഞ്ഞ വിലയ്ക്ക് തന്നെ അയാൾ ആ കാറ് വിൽക്കുകയാണ്. ഇനി കാണിക്കുന്നത് ഒരു മീറ്റിംഗ് ആണ്. ഡിഫൻസിന്റെ സെക്രട്ടറിയാണ് ആ മീറ്റിംഗ് നടത്തുന്നത്. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ കുറേയേറെ IT സ്പെഷ്യലിസ്റ്റുകളും ഉണ്ട്. അതിൽ ചില കുട്ടികളൊക്കെ ജസ്റ്റ് പഠിച്ചിറങ്ങിയിട്ട് ട്രെയിനികളായിട്ട് ജോയിൻ ചെയ്തവരാണ്. അങ്ങനെ സെക്രട്ടറി സംസാരിക്കാൻ തുടങ്ങി. ഇയാളുടെ പേര് ജോൺ എന്നാണ്. അയാൾ പറയുന്നത് ഖത്തറിലുണ്ടായ അറ്റാക്കിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വെപ്പൺ സിസ്റ്റമാണ് അവർ ഉപയോഗിച്ചത്. എത്ര ശ്രമിച്ചിട്ടും നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചില്ല. മാത്രമല്ല മിലിറ്ററി ബേസിലെ മുഴുവൻ ആളുകളും ആ അറ്റാക്കിൽ മരിച്ചുപോയി. അവരുടെ ഉദ്ദേശം നമ്മുടെ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ശ്രമത്തിൽ അത് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അവരതിന് ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് രാജ്യക്കാരാണ് ഈ അറ്റാക്ക് നടത്തിയത് എന്ന കാര്യം നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ആകെ നമുക്ക് കിട്ടിയിരിക്കുന്ന തെളിവ് ഒരു സൗണ്ട് വേവ് മാത്രമാണ്. ഈ സൗണ്ട് വേവ് വെച്ചിട്ടാണ് അവർ നമ്മുടെ സിസ്റ്റംസ് ഒക്കെ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. നിങ്ങളങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗണ്ട് വേവ് എന്താണ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് കണ്ടുപിടിച്ചാൽ മാത്രമേ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന കാര്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ സൗണ്ട് വേവ് ഡീകോഡ് ചെയ്തിട്ട് ആരാണ് അത് അയച്ചതെന്ന് കണ്ടെത്തണം എന്നൊക്കെയാണ് ജോൺ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ അറ്റാക്കിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണല്ലോ ജോൺ പറഞ്ഞത്. എന്നാൽ ആ അറ്റാക്കിൽ കുറച്ചു പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ മിലിറ്ററി ഗ്യാങ്ങിന്റെ ക്യാപ്റ്റനും വേറെയും കുറച്ച് ആളുകളാണ് ആ അറ്റാക്കിൽ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ കൂടെ ഒരു അറബി പയ്യനും കൂടെ ഉണ്ട്. അവരിപ്പോ മരുഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അറ്റാക്കിൽപ്പെട്ട് അവരുടെ റേഡിയോ മൊത്തം നശിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഹെഡ് ഓഫീസിലേക്ക് അവർക്ക് വിളിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ ആ പയ്യൻ പറയുന്നത് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഏരിയ ഉണ്ട്, അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുമെന്നാണ്. അവരാണെങ്കിൽ ആ പയ്യൻ പറഞ്ഞതുപോലെ ആ ഏരിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ അവരറിയാതെ മറ്റൊരു കാര്യം നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു തേള് പോലുള്ള ഒരു റോബോട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അതിപ്പോൾ ആ പട്ടാളക്കാരെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സാമു അവന്റെ ഫ്രണ്ടും കൂടെ അവന്റെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ലക്ഷ്യം മിക്കേലയെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കാറും കൂടെ ഉള്ളത് കൊണ്ട് അവളെ വളച്ചെടുക്കാൻ പറ്റും എന്നൊക്കെയാണ് അവനിപ്പോ ചിന്തിക്കുന്നത്. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവളിപ്പോ അവളുടെ നിലവിലെ ബോയ് ഫ്രണ്ടിന്റെ കൂടെയാണ്. അവൻ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് അവനോട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാം ആണെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള ശ്രമത്തിലാണ്. ഈ സമയത്താണ് മിക്കേലയും അവളുടെ ബോയ് ഫ്രണ്ടും തമ്മിൽ ഒരു പ്രശ്നം നടക്കുന്നത്. അതായത് ഇവിടുന്ന് പോകുമ്പോൾ നിന്റെ വണ്ടി ഞാൻ ഓടിച്ചോട്ടെ എന്ന് അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ അതിന് സമ്മതിക്കുന്നില്ല. ഈ കാറ് നല്ല കോസ്റ്റ്ലി ആണ്, നിന്റെ പൊട്ട ഡ്രൈവിംഗ് കാരണം ഇതെങ്ങനെ കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ എനിക്കത് പണിയാവും, അതുകൊണ്ട് ഞാൻ തന്നെ ഓടിച്ചോളാം എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നീ എന്നെ ഡ്രോപ്പ് ചെയ്യണ്ട, ഞാൻ നടന്നു പോയിക്കോളാന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം സാമും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് നല്ലൊരു അവസരമാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവന്റെ ഫ്രണ്ടിനെ അവിടെ നിന്ന് മാറ്റി നിർത്തി അവൻ വേഗം അവന്റെ കാർ എടുത്തിട്ട് അവളുടെ അടുത്തേക്ക് പോവാണ്. അതിനുശേഷം അവൾക്കൊരു ലിഫ്റ്റ് ഓഫർ ചെയ്യുന്നു. അവളാണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവൻ അവളെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പക്ഷെ ഈ സമയത്തും അവൻ അവന്റെ പ്രണയത്തെ കുറിച്ചിട്ടൊന്നും അവളോട് പറയുന്നില്ല. എന്നാൽ ആ കാറിന് അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാറാണെങ്കിൽ പ്രണയത്തെ സംബന്ധിച്ചിട്ടുള്ള ചില പാട്ടുകളൊക്കെ അതിൽ പ്ലേ ചെയ്യാൻ തുടങ്ങി. അവൻ എത്ര ശ്രമിച്ചിട്ടും ആ പാട്ടൊന്നും അവനെ കൊണ്ട് ഓഫ് ചെയ്യാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ആ കാറാണെങ്കിൽ ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്യുന്നു. കുറെ നേരം അവരത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റാർട്ട് ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇനി നടന്നു പോയിക്കോളാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. സാം ആണെങ്കിൽ ആകെ നിരാശയിൽ നിൽക്കുകയാണ്. അവൻ ആ കാറിനോട് വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ആദ്യമായിട്ടാണ് അവൾ ഈ കാറിൽ കയറുന്നത്, എന്നിട്ട് ഇതുപോലത്തെ പണിയാണോ നീ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ ആ കാറിനോട് ദേഷ്യപ്പെടുന്നത്. അവൻ അത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ആ കാറ് സ്റ്റാർട്ട് ആവുന്നു. അത് കാണുമ്പോൾ അവന് സന്തോഷമായി. അങ്ങനെ അവൻ പെട്ടെന്ന് തന്നെ ആ കാർ എടുത്തിട്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവളെയും കൂട്ടി നേരെ അവളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ ഒരു ബൈ പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് പിരിയുന്നത്. അവളെ വളയ്ക്കാനുള്ള അവന്റെ ശ്രമങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ട് അവനാകെ സന്തോഷത്തിലിരിക്കുകയാണ്. ഇതേ സമയം തന്നെ IT ഫീൽഡിലുള്ള മുഴുവൻ ആളുകളും ആ സൗണ്ട് വേവ്സ് എന്താണ് എന്ന് ഡീകോഡ് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനം ഉണ്ടല്ലോ, എയർഫോഴ്സ് 1, അതിപ്പോൾ ഒരു യാത്രയിലാണ്. അതിനകത്തുള്ള ആളുകളൊക്കെ
ആളുകളൊക്കെ അവരവരുടെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ സമയം അവിടുത്തെ ഒരു സീറ്റിന്റെ അടിയിലായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ വെച്ചിട്ടുണ്ട്. പെട്ടെന്നാണ് അത് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതിന്റെ പേര് ഫ്രൻസി എന്നാണ്. അത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഫ്രൻസി നേരെ പോകുന്നത് എയർഫോഴ്സ് വണ്ണിലെ സെർവർ റൂമിന്റെ അകത്തേക്കാണ്. അതിനുശേഷം അതിൽ നിന്നും കുറെ ഫയലുകളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രൊജക്ട് ഐസ്മാൻ എന്നൊരു ഫോൾഡറാണ്. അതിലുള്ള ഫയലുകളൊക്കെ കോപ്പി ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു വൈറസും കൂടെ ഫ്രൻസി അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഹാക്കിംഗ് ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ IT സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ മാഗി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഈ ഫ്രൻസി എയർഫോഴ്സ് വൺ ഹാക്ക് ചെയ്യുന്നത് അവൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അവൾ വേഗം തന്നെ അതൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും അവൾ ഒരു സിഗ്നൽ ആണ് കണ്ടെത്തുന്നത്. ആ സിഗ്നലിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഖത്തറിൽ നിന്ന് കിട്ടിയ അതേ സിഗ്നൽ ആണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ബാക്കിയുള്ളവരോടൊക്കെ കാര്യം പറയാണ്. ആരോ എയർഫോഴ്സ് വൺ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അതിന് വേണ്ട സാധനങ്ങളൊക്കെ അത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഉടനെ തന്നെ എയർഫോഴ്സ് വണ്ണിലെ മുഴുവൻ കണക്ഷനും കട്ട് ചെയ്യണം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതിനെ തുടർന്ന് വേഗം തന്നെ എയർഫോഴ്സ് വണ്ണിന്റെ മുഴുവൻ കണക്ഷനും അവർ കട്ട് ചെയ്യാണ്. പക്ഷെ അപ്പോഴേക്കും പ്രൊജക്ട് ഐസ്മാൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫ്രൻസി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം ആരാണ് അതിനകത്തേക്ക് കടന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ഫ്രൻസിയെ കണ്ട ഉടനെ തന്നെ അവർ അതിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ഫ്രൻസിയും വിട്ടുകൊടുക്കുന്നില്ല, അതും അവർക്ക് നേരെ തിരിച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ ആളുകൾ ഫ്രൻസി കൊല്ലുന്നുണ്ട്. എങ്കിലും കൂടുതൽ ആളുകൾ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ ഫ്രൻസി പെട്ടെന്ന് തന്നെ ആ ടേപ്പ് റെക്കോർഡറായിട്ട് മാറുകയാണ്. അങ്ങനെ എയർഫോഴ്സ് വൺ വേഗം തന്നെ അവിടെയുള്ള ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ഫ്രൻസി ആണെങ്കിൽ നൈസായിട്ട് ആ വിമാനത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ഫ്രൻസിയുടെ ഒരു കാർ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതൊരു പോലീസ് കാറിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഫ്രൻസി വേഗം തന്നെ ആ കാറിന്റെ അകത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം വീണ്ടും ആ പ്രൊജക്ട് ഐസ്മാൻ എന്ന ഫയലുകളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ പ്രൊജക്ട് ഐസ്മാൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സാമിന്റെ മുത്തച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, വിക്കി. അയാളുടെ അന്നത്തെ മിഷനാണ് ഈ പ്രൊജക്ട് ഐസ്മാൻ എന്ന് പറയുന്നത്. അന്ന് അയാൾ ഒരു കണ്ണാടി ധരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതാണ് ഫ്രൻസി ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ സാമിന്റെ eBay അക്കൗണ്ടിൽ അത് വിൽക്കാൻ വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിന് മനസ്സിലായി. അങ്ങനെ അത് പെട്ടെന്ന് തന്നെ സാമിന്റെ മുഴുവൻ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാണ്. അതിനുശേഷം വേഗം തന്നെ സാമിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഇതേ സമയം തന്നെ സാം ആണെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്നാണ് അവന്റെ കാർ സ്റ്റാർട്ട് ആവുന്ന സൗണ്ട് അവൻ കേൾക്കുന്നത്. അവൻ നോക്കുമ്പോൾ ആ കാർ അവിടെ നിന്ന് ഓടിച്ചു പോകുന്നുണ്ട്. ആരോ അത് മോഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ അവന്റെ സൈക്കിളും എടുത്തിട്ട് ആ കാറിന്റെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ കുറെ പോയി കഴിഞ്ഞിട്ട് ആ കാർ ആണെങ്കിൽ ഒരു ഫാക്ടറി പോലുള്ള ഒരു സ്ഥലത്തേക്കാണ് ചെല്ലുന്നത്. കുറച്ചു സമയം കഴിയുമ്പോൾ സാമു അവിടേക്ക് എത്തുന്നുണ്ട്. അവിടുത്തെ കാഴ്ച അവനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവന്റെ കാർ ഇപ്പോൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു റോബോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അതിപ്പോൾ ആകാശത്തേക്ക് ഒരു തരത്തിലുള്ള ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് അവനാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് അവനൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ സമയത്താണ് അവിടെ കെട്ടിയിട്ടിരിക്കുന്ന രണ്ട് ഭീകര നായ്ക്കൾ അവന്റെ പുറകെ ഓടുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവനും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ ആ നായ്ക്കൾ അവനെ വിടുന്നില്ല. അവറ്റകൾ അവനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ കാർ അങ്ങോട്ട് വരുന്നത്. ഈ ഒരു അവസരത്തിൽ അവൻ ആ നായ്ക്കളെക്കാൾ കൂടുതൽ പേടിക്കുന്നത് ആ കാറിനെയാണ്. എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ ഇനി നിന്റെ അടുത്തേക്ക് വരത്തില്ല എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും ഒരു പോലീസ് കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ മുന്നിലേക്കാണ് അവൻ ഓടിച്ചെല്ലുന്നത്. അവനുണ്ടായ കാര്യങ്ങളൊക്കെ അവരോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങോട്ട് അതിക്രമിച്ച് കയറിയതിന് അവനെ അറസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതേ സമയം ജോണും കൂട്ടരും കൂടെ അവിടെ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഹാക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഈ സമയം മാഗി ആണെങ്കിൽ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. വെറും 10 സെക്കൻഡ് കൊണ്ടാണ് നമ്മുടെ ഫയർവാൾ മുഴുവൻ അത് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോഴുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വിചാരിച്ചാൽ പോലും നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ഈ ഫയർവാൾ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 20 വർഷമെങ്കിലും എടുക്കും. ആ കാര്യമാണ് അവർ വെറും 10 സെക്കൻഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സിഗ്നൽ വെച്ചിട്ടാണ് അത് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ആ സിഗ്നലിനെ കുറിച്ചിട്ട് ശരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ സിഗ്നൽ നമ്മുടെ മുഴുവൻ സിസ്റ്റത്തെയും കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നല്ല രീതിയിൽ അതിന് മാറ്റവും സംഭവിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ സിഗ്നൽ അയച്ചിരിക്കുന്നത് ഒരു DNA ബേസ്ഡ് കമ്പ്യൂട്ടറിൽ നിന്നാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷെ അതെല്ലാം കേട്ടിട്ട് ആ ഉദ്യോഗസ്ഥന്മാർക്ക് അതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗാനിസവും ഭൂമിയിൽ ജീവിക്കുന്നില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. മാത്രമല്ല നീ ഇതിനെക്കുറിച്ചൊക്കെ ഒരു തെളിവ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ നീ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിക്കാം എന്നാണ് ജോൺ പറയുന്നത്. പക്ഷെ ഈ ഒരു അവസരത്തിൽ അവർക്ക് അതിനൊരു തെളിവ് കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇതേ സമയം തന്നെ ആ മിലിറ്ററിയിലെ ആളുകളൊക്കെ ആ മരുഭൂമിയിൽ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ആ തേള് പോലുള്ള സാധനം അവർ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. ഇതിന്റെ പേര് സ്കോർപോനോക്ക് എന്നാണ്. അത് അവർ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ആ പട്ടാളക്കാരെല്ലാം അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ആ സ്കോർപോനോക്ക് ആണെങ്കിൽ ഓരോരോ പട്ടാളക്കാരെ കൊല്ലുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും നേരെ ഓടി ചെല്ലുന്നത് ആ അറബി പയ്യൻ പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഈ സമയം അവിടെയുള്ള ആളുകളും ആ പട്ടാളക്കാരുടെ സപ്പോർട്ടിന് വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂട്ടത്തോടെ ആ സ്കോർപോനോക്കിനെതിരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര ഷൂട്ട് ചെയ്തിട്ടും അതിനൊന്നും
പറ്റുന്നില്ല. ഇതിനിടയിൽ അവരുടെ ക്യാപ്റ്റനായ വില്യം നേരെ ചെന്നിട്ട് അവരുടെ ഹെഡ് ഓഫീസിലേക്ക് ഫോൺ ചെയ്യാണ്. ഞങ്ങൾ ഖത്തറിലെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട സർവൈവേഴ്സ് ആണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് പെട്ടിട്ടുണ്ട്. ഒരു തേള് പോലുള്ള ഒരു സാധനം ഞങ്ങൾ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് സഹായം എത്തിക്കണം എന്നൊക്കെയാണ് അവൻ അവരോട് വിളിച്ചു പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ മിലിറ്ററിയിലുള്ള ആളുകളൊക്കെ അവർക്ക് സഹായത്തിന് വേണ്ടി വിമാനങ്ങൾ അയക്കാൻ തുടങ്ങി. പിന്നീട് അവിടെ നടക്കുന്നത് ഒരു ഗംഭീര ഷൂട്ടൌട്ടാണ്. കുറെ നേരത്തെ ഫയറിംഗ് ഒക്കെ കഴിയുമ്പോൾ ആ സ്കോർപോനോക്കിന് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് മണ്ണിന്റെ അടിയിലേക്ക് പോവാണ്. പോകുന്ന വഴി അതിന്റെ വാലിന്റെ ഒരു കഷ്ണം പുറകിലേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. അങ്ങനെ ആ സ്കോർപോനോക്ക് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ആ സർവൈവേഴ്സിനെയും കൊണ്ട് അവരുടെ ബേസിലേക്ക് തിരിച്ചു പോവാണ്. ഇതേ സമയം മാഗി ആണെങ്കിൽ ആ സിഗ്നൽ ഡീകോഡ് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. പക്ഷെ അവൾ എത്ര ശ്രമിച്ചിട്ടും അത് അവൾക്ക് ഡീകോഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. മാത്രമല്ല അവിടെ ഇരിക്കുന്ന ആർക്കും അത് ഡീകോഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം അവൾക്ക് അറിയാം. ഇനിയിപ്പോൾ അത് ഡീകോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് അവളുടെ ഫ്രണ്ടായ ഗ്ലെൻ ആണ്. അതുകൊണ്ട് തന്നെ അവൾ നൈസായിട്ട് ആ സിഗ്നലിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഒരു മെമ്മറി കാർഡിലേക്ക് കോപ്പി ചെയ്തിട്ട് നേരെ ഗ്ലെന്നിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അതെന്താണ് സാധനം എന്നുള്ള കാര്യങ്ങളൊക്കെ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ആ സിഗ്നൽ ഡീകോഡ് ചെയ്യാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് തന്നെ ഗ്ലെൻ ആ സിഗ്നലൊക്കെ ഡീകോഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൽ നിന്നും 3 ഇൻഫർമേഷനാണ് അവർക്ക് കിട്ടുന്നത്. ഒന്ന് പ്രൊജക്ട് ഐസ്മാൻ, 2 സെക്ടർ 7, 3 ക്യാപ്റ്റൻ വിറ്റ്വിക്കി. ഈ 3 ഡീറ്റെയിൽസ് ആണ് അവർക്ക് കിട്ടുന്നത്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ എന്താണ് എന്ന കാര്യം മാത്രം അവർക്ക് മനസ്സിലായിട്ടില്ല. അതെന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് FBI ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നത്. ആ സിഗ്നൽ അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ അവിടേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ FBI അവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാണ്. ഇതേ സമയം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ സാം ഇപ്പോൾ അവന്റെ വീട്ടിലാണ്. അവൻ അവിടെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ കാർ അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ അവൻ അവന്റെ സൈക്കിൾ എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ആ കാർ അവനെ വിടുന്നില്ല. അത് അവനെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ വേഗത്തിൽ പോകുമ്പോൾ പെട്ടെന്ന് അവന്റെ സൈക്കിൾ ഒരു കല്ലിൽ തട്ടി മറിഞ്ഞു വീഴാണ്. അവിടെ മിക്കേല ഇരിക്കുന്നുണ്ട്. അവളുടെ മുന്നിലേക്കാണ് അവൻ നേരെ തെറിച്ചു വീഴുന്നത്. ഈ ഒരു അവസരത്തിൽ എന്താണ് പറ്റിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ സാം അതിനൊന്നും മറുപടി പറയുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവന്റെ സൈക്കിൾ എടുത്തിട്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ കുറെ പോയി ഒരിടത്തെത്തുമ്പോൾ ഒരു പോലീസുകാർ അവന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. അത് കണ്ട ഉടനെ തന്നെ അവൻ നേരെ ഇറങ്ങി ചെന്നിട്ട് അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. എന്നാൽ അവൻ പറയുന്നൊന്നും അയാൾ കേൾക്കുന്നില്ല. അയാൾ അവനെ ഇടിക്കാനുള്ള ശ്രമത്തിലാണ്. പെട്ടെന്നാണ് ആ കാറ് ട്രാൻസ്ഫോം ചെയ്തു വരുന്നത്. അത് നേരത്തെ ആ ഫ്രൻസി കയറിയിട്ടുണ്ടായിരുന്ന കാറാണ്. ഇതിന്റെ പേര് ബാരിക്കേഡ് എന്നാണ്. അതിങ്ങനെ ഒരു റോബോട്ടിനെ പോലെ അവിടെ നിൽക്കുന്ന കാണുമ്പോൾ സാം പേടിച്ച് അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. എന്നാൽ ബാരിക്കേഡ് അവനെ വിടുന്നില്ല. അത് ഓടി ചെന്നിട്ട് അവനെ ഇടിച്ചു വീഴ്ത്താണ്. അതിനുശേഷം അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവന്റെ ആ eBay പേജിനെ കുറിച്ചിട്ടും അവന്റെ മുത്തച്ഛന്റെ കണ്ണാടിയെ കുറിച്ചിട്ടുമാണ് ബാരിക്കേഡ് ഇപ്പോൾ അവനോട് ചോദിക്കുന്നത്. അതെന്തിനാണ് ആ കാര്യം അവനോട് ആവശ്യപ്പെടുന്നത് എന്ന് അവന് മനസ്സിലാവുന്നില്ല. എങ്കിലും അവൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയാണ്. ഈ സമയമാകുമ്പോൾ മിക്കേലെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾ അങ്ങോട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ സാം വേഗം ഓടിച്ചെന്നിട്ട് അവളെ തടയാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന കാര്യം അവൾക്കും മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് ബാരിക്കേഡ് അങ്ങോട്ട് വരുന്നത്. അതൊക്കെ കണ്ട് അവളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് സാമിന്റെ കാർ അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അത് ബാരിക്കേഡിനിട്ട് ഒരൊറ്റ ഇടി കൊടുക്കുകയാണ്. അതിനുശേഷം വേഗം തന്നെ അവരെ വണ്ടിക്കകത്തേക്ക് കയറ്റി അവിടെ നിന്ന് ഓടിച്ചു പോകാൻ തുടങ്ങി. എന്നാൽ ബാരിക്കേഡ് അവരെ വിടുന്നില്ല. പെട്ടെന്ന് തന്നെ അത് ട്രാൻസ്ഫോം ആയിട്ട് ആ പോലീസ് കാർ ആവുന്നു. അതിനുശേഷം അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ഒരു കിടിലൻ ചേസിംഗ് നടക്കുന്നുണ്ട്. എത്രയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും ബാരിക്കേഡ് അവരെ വിടാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ ആ കാർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന്റെ ഡോറ് തുറന്നിട്ട് അവരെ രണ്ടുപേരെയും പുറത്തേക്ക് ഇറക്കുന്നു. അതിനുശേഷം അത് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഒരു റോബോട്ടായിട്ട് മാറുകയാണ്. ഈ റോബോട്ടിന്റെ പേരാണ് ബംബിൾ ബി. ഈ സമയം ബാരിക്കേഡും അങ്ങോട്ട് വരുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ബാരിക്കേഡിന്റെ അകത്തു നിന്നും ഫ്രൻസി പുറത്തേക്ക് ചാടുകയാണ്. അതിനുശേഷം ഫ്രൻസി നേരെ ഓടി ചെല്ലുന്നത് സാമിന്റെയും മിക്കേലയുടെ അടുത്തേക്കാണ്. അതിനിടയിൽ ബംബിൾ ബിയും ബാരിക്കേഡും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് സമയം അവർ തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനിടയിൽ ഫ്രൻസി ആണെങ്കിൽ സാമിനെ ഉപദ്രവിക്കാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ആവശ്യവും സാമിന്റെ മുത്തച്ഛന്റെ ആ കണ്ണാടിയാണ്. അങ്ങനെ ഫ്രൻസി സാമിനെ അറ്റാക്ക് ചെയ്യുന്നത് കാണുമ്പോൾ മിക്കേൽ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വേഗം ചെന്നിട്ട് ഒരു ഓട്ടോമാറ്റിക് ആക്സോ ബ്ലേഡ് എടുത്തുകൊണ്ട് വരുന്നു. അതിനുശേഷം ആ ഫ്രൻസിയുടെ പകുതി മുറിച്ചു കളയാണ്. എങ്കിലും ഫ്രൻസി ചത്തിട്ടൊന്നുമില്ല. അതിന്റെ തല വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ സാം ആണെങ്കിൽ ഫ്രൻസിയുടെ തല തട്ടി തെറിപ്പിച്ച് കളയുന്നു. കുറെ ദൂരേക്കാണ് അത് തെറിച്ചു വീഴുന്നത്. ഈ സമയം ഫ്രൻസിയുടെ തലയ്ക്കകത്തു നിന്നും ഒരു ചിലന്തി പുറത്തേക്ക് വരുന്നു. അതിനുശേഷം അത് നേരെ പോകുന്നത് അവിടെ വീണ് കിടക്കുന്ന മിക്കേലയുടെ ബാഗിന്റെ അടുത്തേക്കാണ്. ഈ സമയം ആ ബാരിക്കേഡിന് ഇടിച്ചിട്ടതിന് ശേഷം ബംബിൾ ബി സാമിന്റെ അടുത്തേക്കാണ് വരുന്നത്. അതിന്റെ ആ രൂപമൊക്കെ കണ്ടിട്ട് മിക്കേലയാണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്താണ് ഇത് സാധനം എന്നാണ് അവൾ സാമിന്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് സാം അതിന് മറുപടി പറയുന്നത്. മാത്രമല്ല അവനിപ്പോൾ അതിനോടുള്ള പേടിയൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാം നേരെ അതിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അതിനുശേഷം അതിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. നീ ആരാണ്, നീ എവിടെന്നാണ് വന്നത് എന്നൊക്കെയാണ് സാം അതിനോട് ചോദിക്കുന്നത്. ഈ സമയം ബംബിൾ ബി അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്.
സംസാരിക്കുന്നുണ്ട്. എന്നാൽ ബംബിൾബിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. അവന്റെ റേഡിയോയ്ക്കകത്ത് ഒരുപാട് പാട്ടുകളും അതുപോലെ ഒരുപാട് സ്പീച്ചുകളും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാം ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ അത് മറുപടി പറയുന്നത് ആ പാട്ടുകളുടെയും സ്പീച്ചിന്റെയും ഓരോരോ ഭാഗങ്ങൾ പ്ലേ ചെയ്തിട്ടാണ്. ഞാൻ വേറൊരു ഗ്രഹത്തിൽ നിന്ന് വന്നതാണ് എന്നൊക്കെയാണ് ബംബിൾബി അവരോട് പറയുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ അത് ആ കാറായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വേഗം തന്നെ ആ കാറിന്റെ അകത്തേക്ക് കയറുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ഫ്രൻസി ആണെങ്കിൽ മിക്കേലയുടെ ഫോണിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ ആ ബാഗും എടുത്തോണ്ടാണ് മിക്കേല അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അവർ ബംബിൾബീന്റെ അകത്തിരുന്നിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. ഈ സമയം മിക്കേല അവനോടൊരു സംശയം ചോദിക്കുന്നുണ്ട്. നീയല്ലേ പറഞ്ഞത് ഇതൊരു സൂപ്പർ അഡ്വാൻസ്ഡ് റോബോട്ടാണെന്ന്, എന്നിട്ടും ഇതെന്തിനാണ് ആ പഴയ പൊട്ടക്കാറിന്റെ രൂപത്തിലേക്ക് മാറുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത്. അവൾ അത് ചോദിച്ചത് ബംബിൾബിയും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബംബിൾബി ഉടനെ തന്നെ അവരെ രണ്ടുപേരെയും പുറത്താക്കുകയാണ്. അതിനുശേഷം അത് മുന്നോട്ട് ഓടിച്ചു പോകാൻ തുടങ്ങി. ഈ സമയം കെമേറോ കാറിന്റെ ഒരു പുതിയ മോഡൽ അങ്ങോട്ട് വരുന്നുണ്ട്. ബംബിൾബി ഉടനെ തന്നെ ആ കാറിനെ സ്കാൻ ചെയ്യാണ്. അതോടൊപ്പം തന്നെ ബംബിൾബി ആണെങ്കിൽ ആ പുതിയ കെമേറോയുടെ രൂപത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അതിന്റെ ആ പുതിയ ലുക്കൊക്കെ കണ്ട് സാം ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവർ വീണ്ടും അതിനകത്തേക്ക് കയറി മുന്നോട്ട് പോകാൻ തുടങ്ങി. അത് നേരെ ചെല്ലുന്നത് ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഈ സമയം ആകാശത്ത് നിന്നും 4 റോബോട്ടുകൾ കൂടെ താഴേക്ക് വരുന്നുണ്ട്. ആ സിറ്റിയിലെ പല ഭാഗങ്ങളിലായിട്ടാണ് അത് ചെന്ന് വീഴുന്നത്. അങ്ങനെ വന്ന് വീണ ഉടനെ തന്നെ അവർ പുറത്തേക്ക് ഇറങ്ങി നേരെ ചെല്ലുന്നത് ചില വാഹനങ്ങളുടെ അടുത്തേക്കാണ്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ റോബോട്ടുകളെല്ലാം ആ വാഹനങ്ങളുടെ രൂപത്തിലേക്ക് മാറുന്നു. അങ്ങനെ അവരെല്ലാം നേരെ ചെല്ലുന്നത് ബംബിൾബിയുടെ അടുത്തേക്കാണ്. അങ്ങനെ അതിന്റെ അടുത്തെത്തുമ്പോൾ അവരെല്ലാവരും അവരുടെ റോബോട്ടിന്റെ രൂപത്തിലേക്ക് മാറാൻ തുടങ്ങി. അവർക്കൊരു ലീഡർ ഉണ്ട്. അതിന്റെ പേര് ഒപ്റ്റിമസ് പ്രൈം എന്നാണ്. ഭൂമിയിലെ ഭാഷകളൊക്കെ അവർ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്റ്റിമസ് ഇപ്പോൾ ഇംഗ്ലീഷിലാണ് അവനോട് സംസാരിക്കുന്നത്. അത് ചോദിക്കുന്നത് അവന്റെ മുത്തച്ഛനെ കുറിച്ചിട്ടും അയാളുടെ കണ്ണാടിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ അവനാകെ അത്ഭുതമായി. ഇതെല്ലാവരും ഇത് തന്നെയാണല്ലോ ചോദിക്കുന്നത്. ആ കണ്ണാടി കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ് പോകുന്നത് എന്നാണ് സാം തിരിച്ചു ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഒപ്റ്റിമസ് പ്രൈം ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവനോട് പറയാൻ തുടങ്ങി. അതിനു മുമ്പേ ഒപ്റ്റിമസ് പ്രൈമിന്റെ കൂട്ടത്തിലുള്ള റോബോട്ടുകളൊക്കെ അത് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഈ റോബോട്ടിന്റെ പേര് ജാസ് എന്നാണ്. ഇതിന്റെ പേര് അയൺ ഹൈഡ്. ഇതാണ് ഒപ്റ്റിമസിന്റെ വെപ്പൺ സ്പെഷ്യലിസ്റ്റ്. ഈ റോബോട്ടിന്റെ പേര് റാച്ചറ്റ് എന്നാണ്. ഇതാണ് അവരുടെ മെഡിക്കൽ റോബോട്ട്. ഇനിയുള്ളത് ബംബിൾബി ആണ്. ഈ ബംബിൾബി എന്ന് പറയുന്നത് ഇവരെ നേരത്തെ ഭൂമിയിലേക്ക് അയച്ചതാണ്. സാമിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവർ ബംബിൾബി അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒപ്റ്റിമസ് ഇപ്പോൾ അവരുടെ ലോകത്ത് നടന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഗ്രഹത്തിന്റെ പേര് സൈബർട്രോൺ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 വിഭാഗങ്ങളായിട്ട് അവർ തിരിഞ്ഞിട്ടുള്ള കാര്യം. അതിൽ നല്ല ആളുകളെ ഓട്ടോബോട്ട്സ് എന്നും ദുഷ്ടശക്തികളെ ഡിസെപ്റ്റിക്കാൻസ് എന്നുമാണ് പറയുന്നത്. ഈ ഓട്ടോബോട്ട്സിന്റെ തലവനാണ് ഒപ്റ്റിമസ് പ്രൈം. ഡിസെപ്റ്റിക്കാന്റെ തലവനാണ് മെഗാട്രോൺ. ഒരു ക്യൂബിന്റെ കാര്യം കൂടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ക്യൂബിന്റെ പേര് ആൾസ്പാർക്ക് എന്നാണ്. അത് നഷ്ടപ്പെട്ടതിനെ തുടർന്നിട്ട് അത് അന്വേഷിച്ചിട്ട് ആദ്യം ഭൂമിയിലേക്ക് വന്നത് മെഗാട്രോൺ ആണ്. പക്ഷെ ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്തപ്പോ അത് ആർട്ടിക് സർക്കിളിലെ ഐസിനകത്ത് കുടുങ്ങിപ്പോയി. അതിനെ തുടർന്ന് സാമിന്റെ മുത്തച്ഛനായ വിറ്റ്വിക്കിയാണ് പിന്നീട് അതിനെ കണ്ടെത്തിയത്. അങ്ങനെ ഒരു സാധനത്തിന് ആദ്യമായിട്ട് കാണുന്നതായതുകൊണ്ട് തന്നെ അയാൾ അറിയാതെ മെഗാട്രോണിന്റെ നാവിഗേഷൻ സിസ്റ്റം ഓണാക്കി. അതോടൊപ്പം തന്നെ അയാൾ ഷോക്കേറ്റ് താഴേക്ക് വീഴുകയും ചെയ്തു. ഈ സമയം മെഗാട്രോണിന്റെ കണ്ണിൽ നിന്നും ആ ക്യൂബിന്റെ ലൊക്കേഷൻ പ്രൊജക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നേരെ ചെന്ന് പതിച്ചത് വിറ്റ്വിക്കിയുടെ ആ ഗ്ലാസിന്റെ അകത്താണ്. അതുകൊണ്ടാണ് ആ ഗ്ലാസ് കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കുന്നത്. ആ കണ്ണാടി എങ്ങാനും ഡിസെപ്റ്റിക്കാൻസിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ ആ ലൊക്കേഷൻ മനസ്സിലാക്കും. അങ്ങനെ അവർ ആ ക്യൂബ് കണ്ടെടുക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ആ ക്യൂബിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് ഭൂമിയിലെ മുഴുവൻ മെഷീൻസിനെയും ട്രാൻസ്ഫോം ചെയ്ത് എടുക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മെഗാട്രോണിന് പുതിയൊരു ആർമിയെ കിട്ടുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഭൂമിക്ക് പിന്നീട് ഒരു നിലനിൽപ്പ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് ഉടനെ തന്നെ ആ കണ്ണാടി ഞങ്ങൾക്ക് തരണം എന്നൊക്കെയാണ് ഒപ്റ്റിമസ് പ്രൈം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ വില്യമും കൂട്ടരും കൂടെ ആ സ്കോർപ്പോ നോക്കിന്റെ വാലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനയിൽ അതിന് എത്ര ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിലും അതെല്ലാം റീജനറേറ്റ് ആയിട്ട് വരുന്നതാണ് അവർ കാണുന്നത്. മാത്രമല്ല ആ പരിശോധനയ്ക്കിടയിൽ ആ വാലിന്റെ ഭാഗം അവരെ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. സാധാരണ ബുള്ളറ്റ് കൊണ്ടൊന്നും ഇതിനൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതിന് സാബോട്ട്സ് എന്ന് പേരുള്ള ഒരു ബുള്ളറ്റാണ് വേണ്ടത്. വളരെയധികം ഹോട്ടായിട്ടുള്ള ഒരു തരം ബുള്ളറ്റാണത്. എന്ത് സാധനത്തിനെയും മെൽറ്റ് ചെയ്യാൻ അതിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ സാബോട്ട്സ് തന്നെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് വില്യം പറയുന്നത്. ഇതേസമയം FBI ആളുകളൊക്കെ മാഗിയെയും ഗ്ലെന്നിനെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവർ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അവൾ പറയുന്നുണ്ട്. അതായത് എന്താണോ മിലിറ്ററിയുടെ ആ സിസ്റ്റം ഹാക്ക് ചെയ്തത് അത് നോക്കിക്കൊണ്ടിരുന്നത് വിറ്റ്വിക്കി എന്നൊരാളെയാണ്. മാത്രമല്ല സെക്ടർ 7 എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അവർ ചെക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സെക്ടർ 7 എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ തന്നെ മറ്റൊരു സർവീസ് ആണെന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റൊരു രാജ്യവുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളെ കുറിച്ച് കൂടെ ഒന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അങ്ങനെ സാം ഒപ്റ്റിമസിനെയും കൂട്ടരെയും കൊണ്ട് നേരെ
അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം നിങ്ങളെല്ലാവരും ഇവിടെ നിന്നാ മതി, ഞാൻ വേഗം ചെന്നിട്ട് ആ കണ്ണാടി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അവൻ മിക്കേലേനെയും കൂട്ടി അവന്റെ വീട്ടിന്റെ അകത്തേക്ക് ചെല്ലുന്നു. അതിനുശേഷം ആ കണ്ണാടി അവിടെ മൊത്തം പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ ഈ ഒരു അവസരത്തിൽ അവൻ എവിടെയൊക്കെ സെർച്ച് ചെയ്തിട്ടും ആ കണ്ണാടി അവർക്ക് കിട്ടുന്നില്ല. കുറെ നേരമായിട്ട് അവർ വരാത്തത് കാണുമ്പോൾ ഒപ്റ്റിമസും കൂട്ടരും അവന്റെ ആ ഗാർഡനിലേക്ക് പ്രവേശിക്കുകയാണ്. അത്രയും വലിയ റോബോട്ടുകൾ ആയതുകൊണ്ട് തന്നെ അവരവിടെ നിൽക്കുമ്പോൾ ആ ഏരിയ മൊത്തം താർന്നു പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയത്തെ സെർച്ചിന് ശേഷം അവൻ ആ കണ്ണാടി കണ്ടെത്തുകയാണ്. പക്ഷെ ഇതെല്ലാം നോക്കിക്കൊണ്ട് മിക്കിലയുടെ ബാഗിന്റെ അകത്തു നിന്നും ആ ഫ്രണ്ട്സി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവർ ആ കാര്യം മാത്രം അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവർ ആ കണ്ണാടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് സെക്ടർ 7 ആളുകളൊക്കെ വരുന്നത്. ഇത് ഗവൺമെന്റിന്റെ തന്നെ മറ്റൊരു സീക്രട്ട് ഏജൻസ് ആണ്. ഇതിലെ മെയിൻ ആളുടെ പേര് സൈമൺസ് എന്നാണ്. അവർ വന്ന ഉടനെ തന്നെ സാമിനെയാണ് സെർച്ച് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ട്. അത് വെച്ച് പരിശോധിക്കുമ്പോൾ അവൻ ആ ട്രാൻസ്ഫോമേഴ്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അവനെ അറസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവാണ്. പോകുന്ന വഴിക്ക് ഈ ഓട്ടോബോട്ട്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതായത് അവൻ നേരത്തെ ഒരു പോലീസുകാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവന്റെ കാറ് ട്രാൻസ്ഫോം ആവുന്ന അവൻ നേരിട്ട് കണ്ടു എന്ന കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ടാണ് അയാൾ ചോദിക്കുന്നത്. പക്ഷെ ഈ ഒരു അവസരത്തിൽ സാം അതൊക്കെ മാറ്റി പറയാണ്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. പക്ഷെ സൈമൺസ് അതൊന്നും വിശ്വസിക്കുന്നില്ല. പെട്ടെന്നാണ് ഒപ്റ്റിമസ് പ്രൈമും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ആ കാറ് മൊത്തത്തിൽ തകർത്ത് കളയാണ്. അതിനുശേഷം ആ റോബോട്ടുകൾ എല്ലാവരും അവരെയും ചുറ്റി വളഞ്ഞു നിൽക്കുകയാണ്. ഉടനെ തന്നെ സാമിനെ വിട്ടുതരണം എന്നാണ് ഒപ്റ്റിമസ് പ്രൈം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് സൈമൺസ് അതിനെ സമ്മതിക്കുകയാണ്. അങ്ങനെ ഒപ്റ്റിമസ് പ്രൈമും കൂട്ടരും അവരെ അവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴേക്കും വേറെയും കുറെ പോലീസുകാരൊക്കെ അങ്ങോട്ട് വരാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ഒപ്റ്റിമസ് പ്രൈം ആണെങ്കിൽ സാമിനെയും മിക്കേലെയും അവന്റെ ശരീരത്തിന്റെ അകത്തേക്ക് കയറ്റുകയാണ്. അതിനുശേഷം ഒപ്റ്റിമസ് നേരെ അവിടുത്തെ ഒരു പാലത്തിന്റെ മുകളിലേക്കാണ് ചെല്ലുന്നത്. അതിനിടയിൽ ആ പോലീസുകാരൊക്കെ അങ്ങോട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് ഒപ്റ്റിമസിന്റെ ശരീരത്തിന്റെ അകത്തു നിന്നും അവർ രണ്ടുപേരും താഴേക്ക് വീഴുന്നത്. ഒപ്റ്റിമസിന് അവരെ പിടിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ അപ്പോഴേക്കും ബംബിൾബി അങ്ങോട്ട് വന്നിട്ട് അവരെ പിടിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷെ അവരെ പിടിച്ചെങ്കിലും സാമിന്റെ കയ്യിൽ നിന്നും ആ കണ്ണാടി പുറത്തേക്ക് തെറിച്ചു പോവാണ്. അങ്ങനെ അവരെയും കൊണ്ട് നിലത്തേക്ക് ലാൻഡ് ചെയ്യുമ്പോൾ പോലീസുകാരൊക്കെ ബംബിൾബി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവർ പല ഭാഗത്തു നിന്നും ഒരു റോപ്പ് ഇട്ടിട്ട് അവനെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ബംബിൾബിക്കാണെങ്കിൽ ഇപ്പോൾ അനങ്ങാനും സാധിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ സെക്ടർ 7 ആളുകളൊക്കെ ബംബിൾബിയെയും സാമിനെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒപ്റ്റിമസും കൂട്ടരും അവിടെ നിൽക്കുന്നുണ്ട്. മനുഷ്യരെ ഉപദ്രവിക്കത്തില്ല എന്ന് ഓൾറെഡി അവരൊരു പ്രതിജ്ഞ എടുത്താണ്. അതുകൊണ്ടാണ് ഒപ്റ്റിമസും കൂട്ടരും ഈ ഒരു അവസരത്തിൽ അവരെ ആക്രമിക്കാതിരുന്നത്. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് ഒപ്റ്റിമസ് ആ കണ്ണാടി താഴെ കിടക്കുന്ന കാണുന്നത്. അത് വേഗം തന്നെ ആ കണ്ണാടി കയ്യിലെടുക്കുന്നു. ഇതേ സമയം തന്നെ ജോണിന്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അറ്റാക്കിന്റെ ഒക്കെ പുറകില് റഷ്യക്കാരും നോർത്ത് കൊറിയയിലുള്ള ആൾക്കാരുമാണ് എന്നൊക്കെയാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ എങ്ങനെ പോരാടാം എന്നതിനെ കുറിച്ചിട്ടാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ ഡിസ്കഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ടോം എന്ന് പേരുള്ള ഒരാളങ്ങോട്ട് വരുന്നത്. ഇയാളും ഈ സെക്ടർ 7 എന്ന ഗ്രൂപ്പിലുള്ളതാണ്. ജോൺ അയാൾ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ സെക്ടർ 7 എന്ന പേരൊക്കെ ജോൺ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബിസിയാണ്, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യ് എന്നാണ് ജോൺ പറയുന്നത്. അതിനുശേഷം അയാൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വീണ്ടും ഒരു വൈറസ് അറ്റാക്ക് വരുന്നത്. അതിനെ തുടർന്ന് അവിടുത്തെ മുഴുവൻ സിസ്റ്റം അടിച്ചു പോവാണ്. അവരെന്തൊക്കെ ചെയ്തിട്ടും അതൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. മാത്രമല്ല അവിടുത്തെ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും ഫെയിലർ ആയിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുമ്പോഴാണ് ആ ടോം ജോണിനെ വിളിക്കുന്നത്. അതിനുശേഷം അയാൾ കാര്യങ്ങളൊക്കെ ജോണിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതായത് ഈ സെക്ടർ 7 എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ തന്നെ ഒരു സീക്രട്ട് ഏജൻസിയാണ്. പ്രസിഡന്റിനെ മാത്രമേ അതിനെക്കുറിച്ചുള്ള ഒരു അറിവുള്ളൂ. 80 വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിതമായതാണിത്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നാസയിൽ നിന്നും ചൊവ്വയിലേക്ക് ഒരു റോവറിനെ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ മിഷൻ ഒരു ഫെയിലർ ആയിരുന്നു എന്നാണ് രാജ്യത്തെ അറിയിച്ചത്. എന്നാൽ അത് ഫെയിലർ ആയിരുന്നില്ല. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ചൊവ്വയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റോവർ അവിടെ നിന്ന് ക്യാപ്ചർ ചെയ്ത ചില ചിത്രങ്ങളുണ്ട്. അതിൽ കാണുന്നത് ഒരു ഡിസെപ്റ്റിക്കാന്റെ ഫോട്ടോയാണ്. കഴിഞ്ഞ ദിവസം ഖത്തറിലുണ്ടായ അറ്റാക്കിൽ നിന്നും അവർക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരേ തരത്തിലുള്ള സാധനങ്ങളാണ് അവിടെ അറ്റാക്ക് നടത്തിയത് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഇതിൽ നിന്നും ഈ അറ്റാക്കിന്റെ എല്ലാം പുറകിൽ ഏലിയൻസ് ആണ് എന്നൊക്കെയാണ് ടോം പറയുന്നത്. മാത്രമല്ല ഇപ്പത്തെ ഈ വൈറസ് അറ്റാക്കിന്റെ കാരണം മനുഷ്യരുടെ കയ്യിലുള്ള ആയുധങ്ങൾക്കൊക്കെ ആ ഏലിയൻസിനെ തകർക്കാൻ സാധിക്കും എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ നമ്മുടെ സിസ്റ്റം മൊത്തം ഫെയിലർ ആക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ ഇനിയൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടുത്തെ മിലിറ്ററിയിലുള്ള ആർക്കും തന്നെ അതിനെതിരായിട്ടൊരു പ്ലാൻ ഒന്നും തയ്യാറാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്നും കൂടെ ടോം പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ജോൺ ആണെങ്കിൽ ആകെ ഞെട്ടിയിരിക്കുകയാണ്.
അങ്ങനെ ജോൺ നേരെ ചെല്ലുന്നത് അവരുടെ കൺട്രോൾ റൂമിലേക്കാണ്. അതിനുശേഷം അവരുടെ റേഡിയോ വഴി എല്ലാ മിലിറ്ററി ഫോഴ്സിനെ തിരിച്ചു വിളിക്കാനാണ് ആദ്യം പറയുന്നത്. അത്രയും കാര്യങ്ങൾ ബാക്കിയുള്ളവരെ ഏൽപ്പിച്ചതിന് ശേഷം അയാൾ നേരെ ചെല്ലുന്നത് മാഗിയെയും ഗ്ലെന്നിനെയും പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്കാണ്. അതിനുശേഷം അവരെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഇപ്പോൾ നേരെ പോകുന്നത് ആ സെക്ടർ 7 എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതേ സമയം തന്നെ ഒപ്റ്റിമസും കൂട്ടരും വേറൊരു ഭാഗത്താണ് നിൽക്കുന്നത്. ഒപ്റ്റിമസ് ആ കണ്ണാടി വെച്ചിട്ട് ആ ക്യൂബ് എവിടെയാണ് ഇരിക്കുന്നത് എന്ന സ്ഥലം ലൊക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവർക്ക് അത് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. ഈ സമയത്താണ് മറ്റൊരു ഓട്ടോബോട്ട് ഒരു കാര്യം ചോദിക്കുന്നത്, നമുക്ക് ബംബിൾ ബിയെ രക്ഷിക്കേണ്ടേ, അല്ലാന്നുണ്ടെങ്കിൽ ഈ മനുഷ്യരെല്ലാവരും കൂടെ അവനൊരു എക്സ്പെരിമെന്റിന് വിധേയമാക്കും എന്നൊക്കെയാണ് അത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവനെ രക്ഷിക്കണം. പിന്നെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെ ഈ മനുഷ്യരെന്ന് പറയുന്നത് നമ്മുടെ ലോകത്തുള്ള ആളുകളുടെ അത്രത്തോളം ഡേഞ്ചറസ് ഒന്നും അല്ല. അവർ വളരെ യങ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അവർ ഇനിയും പഠിക്കാനുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ ഈ യുദ്ധത്തിൽ മനുഷ്യരെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. അല്ലാതെ തന്നെ എന്ത് കാണിച്ചിട്ടായാലും ആ ക്യൂബ് നമുക്ക് നശിപ്പിച്ചേ പറ്റൂ. ഇനി എങ്ങാനും നമ്മുടെ പ്ലാൻ ഫെയിലർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ചെസ്റ്റിൽ ഒരു സ്പേസ് ഉണ്ട്, അതിനകത്തേക്ക് ആ ക്യൂബ് കയറ്റി വെച്ച് ഞാൻ അതിനെ നശിപ്പിച്ചോളാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനും മരിച്ചു പോവും എന്ന കാര്യം എനിക്കറിയാം. പക്ഷെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം നമ്മൾ മാത്രമാണ്. നമ്മൾ കാരണം മനുഷ്യർക്കൊന്നും പറ്റാൻ പാടില്ല. അതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ആ വഴി തന്നെ പ്രയോഗിക്കാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് ഒപ്റ്റിമസ് ബാക്കിയുള്ളവരെയും കൂട്ടി ആ ക്യൂബ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ ജോണും കൂട്ടരും ഇപ്പോൾ ആ സെക്ടർ 7 അകത്ത് എത്തിയിട്ടുണ്ട്. അതിനകത്തെ കാഴ്ച അവര് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ മെഗാട്രോൺ ആണ് അതിനകത്തുണ്ടായിരുന്നത്. അതിപ്പോ ക്രയോസ്ലീപ്പിലാണ്. അത് കാണിച്ചതിന് ശേഷം അയാൾ സംസാരിക്കാൻ തുടങ്ങി. 1934 ഐസിനടിയിൽ നിന്ന് ഈ സാധനത്തിനെ കണ്ടെത്തിയത്. ഈ സാമിന്റെ മുത്തച്ഛനാണ് ഇതിനെ കണ്ടുപിടിച്ചത്. അതിനെ തുറന്നിട്ടാണ് ഞങ്ങൾ ഇതിനെങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് ഞങ്ങൾ ഇട്ടിരിക്കുന്ന പേര് NBE-1 എന്നാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇതിന്റെ പേര് മെഗാട്രോൺ എന്നാണ്. ഡിസെപ്റ്റിക്കാന്റെ ലീഡറാണ് ഇവൻ. ഇവരിങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരു ക്യൂബ് അന്വേഷിച്ചിട്ടാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാം പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ടോമിനാകെ സംശയമായി. അയാൾ വേഗം തന്നെ അവരെയും കൂട്ടി നേരെ ചെല്ലുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. അതിനകത്തായിരുന്നു ആ ക്യൂബ് ഉണ്ടായിരുന്നത്. അത് കാണിച്ചതിന് ശേഷം അയാൾ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ആ NBE-1 കണ്ടെത്തിയതിനൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ക്യൂബ് കണ്ടുപിടിച്ചത്. ഇത് കണ്ടപ്പോൾ തന്നെ ഒരു ഏലിയൻ ഒബ്ജക്റ്റ് ആണ് എന്ന കാര്യം അന്നത്തെ പ്രസിഡന്റിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഒരു സിഗ്നലും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി 4 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ കട്ടിയിലാണ് ഇതിന്റെ പുറത്ത് ഒരു ആവരണം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടോം പറയുന്നത്. അവർ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ ഫ്രൻസി ആ ക്യൂബിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ ക്യൂബ് കണ്ടെത്തിയ വിവരം ഉടനെ തന്നെ ഫ്രൻസി ബാക്കിയുള്ള ഡിസെപ്റ്റിക്കാൻസിനെ അറിയിക്കുകയാണ്. ആ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ തന്നെ എല്ലാ ഡിസെപ്റ്റിക്കാൻസും ആ സെക്ടർ 7 അടുത്തേക്ക് വരാൻ തുടങ്ങി. ഇതേ സമയം തന്നെ സിമ്മോൺസ് ആണെന്നുണ്ടെങ്കിൽ ആ ക്യൂബിന്റെ പവർ എന്താണ് എന്നുള്ള കാര്യം ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുവേണ്ടി അയാൾ ഒരു ബോക്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിയയുടെ ഒരു ഫോണാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയതിനു ശേഷം ആ ക്യൂബിന്റെ റേഡിയേഷൻ ആ ഫോണിലേക്ക് അടിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ ആ ഫോൺ ട്രാൻസ്ഫോം ചെയ്തിട്ട് ഫ്രൻസിയെ പോലെ ഒരു രൂപത്തിലേക്ക് ആവുകയാണ്. അങ്ങനെ ആ ചെറിയ റോബോട്ട് ആ ക്യൂബിനകത്ത് കടന്നിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് പൊളിച്ച് പുറത്തേക്ക് കടക്കാനാണ് അതിന്റെ ശ്രമം. പക്ഷെ അത് ആ ക്യൂബ് മൊത്തം തകർക്കുന്നതിന് മുമ്പ് തന്നെ സിമ്മൺസ് വേഗം അതിനെ നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഡിസെപ്റ്റിക്കാൻസ് എല്ലാം ആ സെക്ടർ 7 സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയ ഉടനെ തന്നെ അവരവിടെ മൊത്തത്തിൽ മിസൈൽ ഇട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മൊത്തം തകരുന്നത് കാണുമ്പോൾ തന്നെ ഡിസെപ്റ്റിക്കാൻസ് അങ്ങോട്ട് എത്തിയിട്ടുണ്ട് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി. അവരെല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അതിനിടയിൽ ഫ്രൻസി ആണെങ്കിൽ നേരെ കമ്പ്യൂട്ടർ റൂമിന്റെ അകത്തേക്ക് ചെന്നിട്ട് മെഗാട്രോണിന്റെ ആ സ്ലീപ്പിംഗ് മോഡൊക്കെ ഓഫ് ചെയ്യുന്നു. അതിനെ തുടർന്നിട്ട് മെഗാട്രോണിന്റെ ശരീരത്തിലുള്ള ഐസ് ഒക്കെ മെൽറ്റ് ആവാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർ വേഗം ബംബിൾ ബീനെ എഴുന്നേൽപ്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ അവനോട് പറയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ബംബിൾ ബി ആണെങ്കിൽ നേരെ ചെല്ലുന്നത് ആ ക്യൂബിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം അവൻ ആ ക്യൂബിലൊന്ന് തൊടുന്നു. അതോടൊപ്പം തന്നെ ആ ക്യൂബ് ചുരുങ്ങാൻ തുടങ്ങി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അത് ചെറിയൊരു ക്യൂബായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ആ ക്യൂബിന്റെ കാര്യമൊക്കെ ശരിയാക്കി കഴിയുമ്പോൾ വില്യം സംസാരിക്കാൻ തുടങ്ങി. നമുക്ക് ഉടനെ തന്നെ ഈ ക്യൂബുമായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്നിട്ട് സിറ്റിയിൽ എവിടെയെങ്കിലും ഇത് കൊണ്ട് ഒളിപ്പിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അവന്മാരുടെ കയ്യിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് വില്യം പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും മെഗാട്രോൺ അവിടെ നിന്ന് റിലീസ് ആയിട്ടുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ അവിടെ മൊത്തം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ മൊത്തം ഇടിച്ചു പൊളിച്ചതിന് ശേഷം മെഗാട്രോൺ നേരെ പുറത്തേക്കാണ് പോകുന്നത്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. സാമും കൂട്ടരും ആ ക്യൂബും കൊണ്ട് സിറ്റിയിലേക്കാണ് പോയതെന്ന് മനസ്സിലാവുമ്പോൾ എല്ലാ ഡിസെപ്റ്റിക്കാനും അങ്ങോട്ട് വരുന്നു. അങ്ങനെ അവരെല്ലാവരും തമ്മിൽ ഒരു ഗംഭീര യുദ്ധമാണ് നടക്കുന്നത്. കുറെ നേരത്തേക്ക് ഈ യുദ്ധം നടക്കുന്നുണ്ട്. അതിനിടയിൽ ബംബിൾ ബിയുടെ കാലിനാണെങ്കിൽ നല്ല രീതിയിൽ പരിക്കും പറ്റുകയാണ്. അവൻ ഇനി നടക്കാനൊന്നും സാധിക്കത്തില്ല. മാത്രമല്ല അവൻ ആ ക്യൂബിന് പ്രൊട്ടക്ട് ചെയ്യാനും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അവൻ ആ ക്യൂബ് എടുത്ത് സാമിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇനി അവനാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അവൻ അതും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് വില്യം അങ്ങോട്ട് വന്നിട്ട് അവനോടൊരു കാര്യം പറയുന്നത്. നീ നേരെ ചെന്നിട്ട് ആ വെളുത്ത ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറണം. നീ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് വരും. ആ സമയത്ത് നീ ആ ക്യൂബ് എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കണം. പിന്നീട് ആ ക്യൂബ് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ
കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളും എന്നാണ് വില്യം പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ സാം ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. ഈ സമയം മെഗാട്രോൺ അവന്റെ പുറകെ ചെല്ലുന്നുണ്ട്. എന്നാൽ ഒപ്റ്റിമസ് പ്രൈം ആണെങ്കിൽ മെഗാട്രോൺ അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത് തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് സാം ഇപ്പോൾ ആ ബിൽഡിങ്ങിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ആ ഹെലികോപ്റ്റർ അങ്ങോട്ട് വരുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ആ ക്യൂബ് അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നാൽ അവരെ കൊണ്ട് അത് വാങ്ങാൻ സാധിക്കുന്നില്ല. ഈ സമയത്താണ് മെഗാട്രോൺ ഒരു മിസൈൽ അങ്ങോട്ട് അയക്കുന്നത്. അതിൽപ്പെട്ട് ആ ഹെലികോപ്റ്റർ പൂർണ്ണമായിട്ടും തകർന്നു പോകുന്നു. സാം ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെയുള്ള ഒരു പ്രതിമയിൽ പിടിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് മെഗാട്രോൺ അങ്ങോട്ട് വന്നിട്ട് ആ പ്രതിമയും തകർത്തു കളയുന്നു. അതോടൊപ്പം തന്നെ സാം നേരെ താഴേക്കാണ് വീഴുന്നത്. പക്ഷെ താഴേക്ക് ചെന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ ഒപ്റ്റിമസ് അങ്ങോട്ട് വന്നിട്ട് അവനെ പിടിക്കുന്നു. അങ്ങനെ അവര് രണ്ടുപേരും കൂടിയാണ് ഇപ്പൊ താഴേക്ക് ചെന്ന് വീണിരിക്കുന്നത്. ഈ സമയം ഒപ്റ്റിമസ് അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഇനി എങ്ങാനും എനിക്ക് മെഗാട്രോണിനെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ആ ക്യൂബ് എടുത്തിട്ട് എന്റെ ചെസ്റ്റിലേക്ക് വെക്കണം. അങ്ങനെ ഞാൻ ആ ക്യൂബ് നശിപ്പിച്ചോളാം എന്നാണ് ഒപ്റ്റിമസ് പറയുന്നത്. അങ്ങനെ പിന്നെ ഒരു ഗംഭീര യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിനിടയിൽ മെഗാട്രോൺ ആണെങ്കിൽ സാമിന്റെ കയ്യിൽ നിന്ന് ആ ക്യൂബ് പിടിച്ചു വാങ്ങാനുള്ള ശ്രമത്തിലാണ്. അത് കാണുമ്പോൾ ഒരിക്കലും ആ ക്യൂബ് മെഗാട്രോണ് കിട്ടരുത്, നീ ഉടനെ തന്നെ അതെടുത്ത് എന്റെ ചെസ്റ്റിലേക്ക് വെക്ക് എന്നാണ് ഒപ്റ്റിമസ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒപ്റ്റിമസ് മരിച്ചു പോവും എന്ന കാര്യം സാമിന് അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ അവൻ അങ്ങനെ ചെയ്യുന്നില്ല. മറിച്ച് മെഗാട്രോൺ ഒരു പണി കൊടുക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് അവൻ ആ ക്യൂബ് എടുത്തിട്ട് മെഗാട്രോണിന്റെ ചെസ്റ്റിന്റെ അകത്തേക്ക് വെക്കുകയാണ്. അതോടൊപ്പം തന്നെ അത് ബ്ലാസ്റ്റ് ആയി പോവുകയും ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ മെഗാട്രോൺ മരിച്ചു വീഴാണ്. ഈ സമയം ആവുമ്പോഴേക്കും ബാക്കി എല്ലാവരും മറ്റു ഡിസെപ്റ്റിക്കാൻസിനെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഒപ്റ്റിമസിന്റെ കൂട്ടത്തിൽ ഒരാൾ അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ആ ജാസ് എന്ന് പറയുന്ന ഓട്ടോബോട്ടിനെ മെഗാട്രോൺ കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷമത്തിലാണ് അവർ നിൽക്കുന്നത്. എങ്കിലും ആ ക്യൂബ് നശിപ്പിക്കാൻ വേണ്ടി അവരെ സഹായിച്ചതിന് ഒപ്റ്റിമസ് ഈ ഒരു അവസരത്തിൽ എല്ലാവരുടെ അടുത്ത് നന്ദി പറയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് ബംബിൾബി ഒരു കാര്യം പറയുന്നത്. ഞാൻ ഇനി തൽക്കാലത്തേക്ക് നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞാൻ ഈ സാമിന്റെ കൂടെ കഴിഞ്ഞോട്ടെ എന്നാണ് അവൻ ചോദിക്കുന്നത്. ഒപ്റ്റിമസ് ആണെങ്കിൽ അതിന് പെർമിഷൻ കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവരെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോവാണ്. മിലിറ്ററിയിലുള്ള ആളുകളൊക്കെ മെഗാട്രോണിന്റെ ആ ശരീരം എടുത്തിട്ട് നേരെ കടലിന്റെ അടിയിലേക്കാണ് കൊണ്ട് തള്ളുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചിട്ടുണ്ട്. ഭൂമിയിലെ ലൈഫ് ഇപ്പോൾ യുദ്ധങ്ങളൊന്നുമില്ലാതെ നോർമൽ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവനും മിക്കേലയും തമ്മിൽ ഇപ്പോൾ പ്രണയത്തിലായിട്ടുണ്ട്. ബംബിൾബി ആണെങ്കിൽ അവരുടെ ഒരു സന്തത സഹചാരിയായിട്ട് അവരുടെ കൂടെ തന്നെയുണ്ട്. ആ ആൾസ്പാർക്ക് നശിച്ചു പോയതുകൊണ്ട് തന്നെ ഒപ്റ്റിമസിനും കൂട്ടർക്കും അവരുടെ ഗ്രഹം ഇനി റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കിടയിൽ അവരും ഇനി ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 250 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയൊരു കിടലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.